ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. മാഡം കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. എമ്പുരാൻ എന്ന ആ ഒരു സിനിമ അതിപ്പോൾ വിവാദമായി തന്നെ ഇങ്ങനെ ചർച്ചയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാഡം എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിപ്പോൾ ഏറ്റവും ഒടുക്കം ആ സിനിമ മാറ്റങ്ങൾ വരുത്തി തിയേറ്ററുകളിൽ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ ഭാഗ്യലക്ഷ്മി? തീർച്ചയായിട്ടും ഇതൊരു വല്ലാത്തൊരു എന്തിനായിരുന്നു ഇത്രയും ബഹളം കാണിക്കുന്നത് എന്നുള്ള ഒരു അത്ഭുതം തോന്നുന്നുണ്ട്. മറ്റൊന്ന്, ഈ സിനിമ ഒരു വിഷയം പറയുന്നു. ആ വിഷയം ഒരുപക്ഷെ അവരുടെ എഴുതിയവരുടെ, അത് അഭിനയിച്ചവരുടെ, അത് സംവിധാനം ഇങ്ങനെ എല്ലാവരുടെയും അവരവരുടെ രാഷ്ട്രീയമാണ്. പല സിനിമയിലും പല സംവിധായകരും പല നിർമ്മാതാക്കളും അവരുടെ രാഷ്ട്രീയം സിനിമയിൽ കൂടെ ഇവിടെ പറഞ്ഞിട്ടുള്ളവരാണ്. BJPയിലെ ശ്രീ ചന്ദ്രശേഖർ സാർ എവിടെയോ പറയുന്നുണ്ടായിരുന്നു, ഇത് അത് കലയാണ്, കലയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അദ്ദേഹം എവിടെ അത് തന്നെയാണ് ശരി. അങ്ങനെ തന്നെയല്ലേ അതിനെ കാണേണ്ടത്. രാഷ്ട്രീയം ഒരാൾക്ക് പറയാനുള്ള അവകാശം പോലും ഇല്ല. എന്റെ രാഷ്ട്രീയം ഇതാണ് എന്ന് തന്റെ വരകളിൽ കൂടെയും തന്റെ സിനിമകളിൽ കൂടെയും പറയുന്നവരല്ലേ കലാകാരന്മാര്. ഭാഗ്യലക്ഷ്മി, നമ്മൾക്കറിയാമല്ലോ, നമ്മൾ മലയാള സിനിമയിൽ എത്രയോ രാഷ്ട്രീയ പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമകൾ കണ്ടിരിക്കുന്നു. ഇതുവരെ ഇത്തരത്തിൽ ഒരു സാഹചര്യം ഒരു സിനിമയ്ക്ക് വന്നിട്ടുണ്ടോ നമ്മുടെ ഈ കേരളത്തിൽ? ഇല്ല, വന്നിട്ടൊക്കെ ഉണ്ട്. ഒരുപാട് സിനിമകളിൽ ഇതുപോലെ പറയുമ്പോ പല രീതിയിൽ ഇങ്ങനെ ഒരു സംസാരമൊക്കെ ഉണ്ടാകും. മറ്റൊരു സിനിമ, ഞാനത് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആ സിനിമയ്ക്കും ഇതേപോലെ അവർ അനുഭവിച്ചു. പക്ഷേ അതിലെ പോർഷൻസ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരി റീസെൻസർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അന്നത്തെക്കാൾ സിറ്റുവേഷൻ വീണ്ടും വീണ്ടും വഷളാകുക എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ മുമ്പോട്ടാണോ നമ്മൾ പുറകോട്ടാണോ പോകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ശരി, അങ്ങനെ ഒരു ബഹളം ഉണ്ടായാൽ പോലും ഇതാണ് എന്റെ സിനിമ, എനിക്ക് പറയാനുള്ളത് ഞാൻ സിനിമയിൽ കൂടി പറഞ്ഞു എന്ന് പറയാനുള്ള ഒരു ധൈര്യം കൂടെ കാണിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. നിലവിൽ തന്നെ ഇത്രയധികം കോളിളക്കങ്ങളും വിവാദങ്ങളും ഒക്കെ നടക്കുമ്പോഴും ഒരു പ്രധാനപ്പെട്ട നടനും സംവിധായകനും അതിന്റെ നിർമ്മാതാവിനുമൊക്കെ ഖേദപ്രകടനം നടത്തേണ്ടി വരുമ്പോഴും ഈ സിനിമയിലെ മറ്റ് സംഘടനകൾ, ഇപ്പോൾ AMMA ആണെങ്കിലും അല്ലെങ്കിൽ FEFCA ആണെങ്കിലും ഒന്നും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തെങ്കിലും ഒരു വിവാദങ്ങൾ ഉണ്ടാവുമ്പോൾ അത് അവർ തന്നെ കൈകാര്യം ചെയ്യേണ്ട, അവരിൽ തന്നെ ആ ചർച്ചകൾ നിൽക്കേണ്ടതാണ് എന്നുള്ളതാണോ? ഇവർക്കൊന്നും ഒരു പ്രതികരണവും ഇല്ലേ ഈ വിഷയത്തിൽ? ഇവിടെ സിനിമയിലുള്ള പലരും നമ്മുടെ നാട്ടിൽ പല വിഷയങ്ങളും നടക്കുമ്പോൾ അവരാരും പ്രതികരിക്കാറില്ല. ഈ സിനിമ പറയുന്നത് ഒരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ സംഭവം പലരെയും ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം, അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ എന്റെ ഒരു ചോദ്യം, ഈ സിനിമ എടുത്ത വ്യക്തിയോ അല്ലെങ്കിൽ എഴുതിയ വ്യക്തിയോ അഭിനയിച്ച വ്യക്തിയോ ആരും കൊച്ചുകുട്ടികളൊന്നുമല്ല, എല്ലാവരും വളരെ മുതിർന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് ഇത് സിനിമ എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവമാണ്, ഇത് നടന്ന വിഷയമാണ്, ഇതാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്ന് എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സിനിമ എടുത്തിരിക്കുന്നത്, പുറത്തു വിട്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോ അങ്ങനെ ആകുമെന്ന് ചിന്തിച്ചില്ല, അല്ലെങ്കിൽ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനും സെൻസർ ബോർഡിൽ ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. സെൻസർ ബോർഡിൽ ഇരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇത് പുറത്തു വരുമ്പോ കുറച്ച് പ്രശ്നമാകും എന്ന് നമ്മൾ പറയാറുണ്ട്. നമുക്ക് കാണുന്ന ഓരോരുത്തർക്കും അപ്പൊ ഇതിൽ അഭിനയിച്ചവർക്കും ഇതെടുത്തവർക്കൊക്കെ അത് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അവര് എന്താണ് ഇപ്പൊ അവരതിന് ഒരു സോറി പറയുമ്പോ അവരുടെ രാഷ്ട്രീയമാണ് അവരുടെ സിനിമയിൽ കൂടി. ഇതിൽ പങ്കാളികളല്ലാത്ത വ്യക്തികൾ വരെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി അത് വലിയ വിവാദത്തിലേക്ക് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് മേജർ രവിയൊക്കെ ഇത് മോഹൻലാൽ ഈ പടം കണ്ടിട്ടില്ല എന്നൊക്കെ പറയുകയാണ് ഒരു ലൈവിൽ വന്നുകൊണ്ട്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരനടക്കം മേജർ രവിക്കെതിരെ വന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പോലും നടത്തുന്നത് എന്ന ചർച്ചകൾ നടക്കുന്നു. ഇതറിയാതെ ഇങ്ങനെ മോഹൻലാലൊന്നും ഈ സിനിമ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഈ മേജർ രവിക്കൊക്കെ ഇങ്ങനെ വന്നിരുന്ന് പറയാൻ കഴിയുന്നത്? മോഹൻലാൽ സിനിമ കണ്ടിട്ടില്ല എന്ന് മേജർ രവി പറയുന്നത് അത് അദ്ദേഹം തനിക്ക് വളരെ പ്രിയപ്പെട്ട ആളെ രക്ഷിക്കാൻ വേണ്ടി പറയുന്ന ഒരു വാക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതെന്തോ എനിക്കൊരു ചെയ്തതൊട്ടും ശരിയായില്ല. അതായത് താൻ പറഞ്ഞ കാര്യം ഒരു കാര്യം എന്റെ അഭിപ്രായം പറയാൻ കാണിക്കുന്ന ഒരു ധൈര്യം അത് തുടർന്നും പറഞ്ഞുകൊണ്ടിരിക്കാനും കൂടി കാണിക്കണമെന്നാണ് ഞാൻ
അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരഭിപ്രായം ഞാൻ പറഞ്ഞാൽ അതിൽ ഞാൻ ഉറച്ചു നിൽക്കാനുള്ള തന്റെ ഇടം കാണിക്കണം, അല്ലെങ്കിൽ പിന്നെ അഭിപ്രായം പറയാൻ പോകരുത്. ഇവിടെ അഭിപ്രായം പറയൂ. അവര് സിനിമ വഴി ഒരു സിനിമയിൽ കൂടിയാണ് നമ്മൾ, ഇതാണ് എന്റെ അഭിപ്രായം, അന്ന് നടന്നത് ഇതാണ്. എനിക്കതിൽ രണ്ടുപേരുടെ ഭാഗത്തും ഞാൻ പിന്നെ തെറ്റ് കാണുന്നു എന്ന് ആ സിനിമയിൽ അതിൽ പറയുന്നുണ്ടല്ലോ, കാണിക്കുന്നുണ്ടല്ലോ. അതെ ഇതന്ന് നടന്നതാണല്ലോ എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? ആരും ഇവിടെ അവരെ കൊല്ലാനൊന്നും പോകുന്നില്ല. ഇങ്ങനെ കാണിക്കുന്നു, ഈ പടം നിർത്തൂ എന്ന് പറയണം. അത് കോടതിയിൽ വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. അതുവരെ അത് തുടർന്ന് പോകണമായിരുന്നു. ഞാനും സിനിമ കണ്ട ഒരാൾ തന്നെയാണ്. ആ സിനിമ ഞാൻ കണ്ടു, ആദ്യത്തെ ദിവസം തന്നെ ഞാൻ കണ്ടതുമാണ്. അത് അതിൽ തന്നെ ഉറച്ചു നിൽക്കണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും. എന്തായാലും ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് നന്ദി ഭാഗ്യലക്ഷ്മി.